കാസർഗോഡ് ഇരിയണ്ണി കുണിയേരിയിൽ ഭീതി പരത്തി പുലി. കുണിയേരി സ്വദേശി നാരായണന്റെ വീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രി പുലി വളർത്തുനായെ കടിച്ചു കൊണ്ടുപോയത്. CCTV ദൃശ്യം പുറത്തു വന്നതോടെ നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. പ്രദേശത്ത് ഒരു വർഷം മുൻപും പുലി വന്നെന്ന് നാട്ടുകാർ പറയുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിക്കുകയാണ്. ഇന്നലെ വളർത്തുനായാണ്. ഭാര്യ വൈകുന്നേരം വന്നിട്ട് നായിനെ വിട്ടു. ഇന്നും വൈകുന്നേരം വിടുന്നുണ്ട്. അതുപോലെ ഇന്നലെ വന്ന് വിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ നായി കരയുന്ന സൗണ്ട് കേട്ടു. കുറച്ച് കഴിയുമ്പോൾ നായും ഇല്ല ഒന്നുമില്ല. പിന്നെ ക്യാമറ നോക്കുമ്പോൾ കണ്ടു, മനസ്സിലായത് പുലി വന്ന് കൊണ്ടുപോയിരുന്നത്. മുമ്പേ വീട്ടിനെ കൊണ്ടുപോയിട്ട് അമ്മയ്ക്കും വന്നിന്. അവർ വന്നിട്ട് നോക്കിയിട്ടെല്ലാം പോയി. ഒരു മാസത്തിലൊരിക്കലും കൂടി പുലിയെ എത്തിയ സംഭവമാണ് കാണുന്നതെന്ന്. അടുത്തുള്ള ഒരു 10-50 വീട്ടിൽ നിന്നും പിന്നെ ഇതുമാതിരി പട്ടിയെ എടുത്തിട്ട് പോയിട്ടുണ്ട് പുലി. അതിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരാശങ്കയിലാണ് ജനങ്ങളുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ വളർത്തുനായെ വീടിന് പരിസരത്ത് നിന്നും പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു പുലി എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ആ പ്രദേശവാസികൾ ആശങ്കയിലാണ്. വനംവകുപ്പ് ഒരു ഉറപ്പും നൽകിയിട്ടില്ലേ? അതിനുശേഷം എന്തെങ്കിലും നടപടികൾ ഉണ്ടായോ? സ്മൃതി, കുണിയേരി സ്വദേശിയായിട്ടുള്ള നാരായണന്റെ വീട്ടിൽ നിന്നും ഇന്നലെ രാത്രി 8 മണിയോടെയാണ് വളർത്തുനായെ പുലി കടിച്ചുകൊണ്ടുപോയത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ, ആ വീട്ടിൽ തന്നെ ആ CCTV ഉണ്ടായിരുന്നു. അതിലാണ് ഈ ദൃശ്യം പതിഞ്ഞത്. ആ പുലി ഈ വളർത്തുനായെ കടിച്ചുകൊണ്ടുപോകുന്നത് കൃത്യമായി തന്നെ ആ ദൃശ്യത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അത് ഈ വനത്തോട് ചേർന്ന മേഖലയാണ് ഈ കുണിയേരി എന്ന് പറയുന്നത്. അവിടെ ഈ മുളിയാർ വനം അതിനടുത്താണ്. അതുകൊണ്ട് ഈ ഇത്തരം വന്യജീവി ശല്യവും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിനു മുമ്പും ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. 100ഓളം കുടുംബങ്ങളുണ്ട് ആ പ്രദേശത്ത്. അതൊരു ആ ചുറ്റുവട്ടത്ത്, അതായത് ആ ഒരു മേഖലയിൽ 100ഓളം കുടുംബങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. ഇതിനു മുമ്പും പുലിയുടെ സാന്നിധ്യം ഇതേ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതേ വീട്ടിൽ നിന്നും ഈ വളർത്തുനായെ കടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഒരു വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മറ്റു ചില വീടുകൾക്ക് സമീപവും ഈ പുലി വന്നിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായി പുലിയുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. ഇതിനു മുമ്പും പല ഘട്ടങ്ങളിലായി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിൽ വനംവകുപ്പിനോട് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു അതിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ആ കടുത്ത ആശങ്കയിലേക്ക് അല്ലെങ്കിൽ ഭീതിയിലേക്ക് ആ നാട് പോകുന്നത് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഇതിന്റെ CCTV ദൃശ്യം ഉൾപ്പെടെ പുറത്തു വന്നതോടെ ആ പുലിയുടെ സാന്നിധ്യം ഈ 100ഓളം കുടുംബങ്ങളുള്ള പ്രദേശത്തുണ്ട് എന്ന് ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായ ഇടപെടൽ ഈ ജനവാസ മേഖലയിൽ നിന്ന് ഈ പുലിയെ പിടികൂടി ഈ വനത്തിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ വേണം എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള സാധ്യതയാണ്. അതിൽ ആ നാട്ടുകാർ പറയുന്നത് പോലെ പേടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവിടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയുണ്ട്, അത്തരത്തിൽ കുട്ടികളുണ്ട്, പ്രായമായിട്ടുള്ളവരൊക്കെ നടന്നു പോകുന്ന വഴിയിലെ തൊട്ട് സമീപമാണ് ഈ വീടുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പുലിയുടെ ദൃശ്യം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പോലും ഭയപ്പാടുള്ളൊരു സാഹചര്യം ആ നാട്ടിലുണ്ട്. എങ്ങനെ ആ നാട്ടിൽ ജീവിക്കും എന്നതാണ് ആ 100ഓളം കുടുംബങ്ങളുടെ ഭാഗമായി നാട്ടുകാരൊക്കെ പറയുന്നത്. വനം വകുപ്പ് ഇന്നലെ ഈ സംഭവം അറിഞ്ഞുടൻ തന്നെ അവിടെ സ്ഥലത്തെത്തിയിരുന്നു, പരിശോധന നടത്തിയിരുന്നു. ഈ കൂടുൾപ്പെടെ സ്ഥാപിക്കുന്ന നടപടിയിലേക്ക് പോകുമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. പക്ഷേ ഇനി താമസിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തര ഇടപെടൽ ഇതിനെ പിടികൂടുന്നതിന് വേണ്ടി വേണം എന്നാണ് നാട്ടുകാർ ആവർത്തിച്ചു പറയുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും.